നമസ്കാരം. ആ കുഞ്ഞുമകന്റെ ഇന്നലെ അച്ഛന്റെ കൈയും പിടിച്ച് നിറചിരിയോടെ സ്കൂളിലേക്ക് പോയ 8ാം ക്ലാസ്സുകാരന്റെ വിയോഗം ഉള്ളു പൊള്ളിക്കുകയാണ് നമ്മുടെയൊക്കെ. അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടായ കുഞ്ഞുമകൻ. മന്ത്രിഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഇര. അധികാരികൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ശ്രദ്ധിക്കേണ്ടവർ മുഖം തിരിച്ചു. ഇപ്പോൾ പഴിചാരൽ. വീഴ്ച സംബന്ധിച്ച് നടപടിയെടുത്താൽ തീരില്ല ആ കുഞ്ഞിന്റെ വിയോഗമുണ്ടാക്കിയ വ്യഥയും നഷ്ടവും. ഇനി എവിടെയും ഇത് ആവർത്തിക്കരുത്. മറ്റൊന്ന്, പ്രധാനമായും ജനാരാധ്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആണിന്ന്. ആ ദീപ്തസ്മരണയുടെ നിമിഷത്തിൽ കൂടിയാണ് കേരളം കടന്നുപോകുന്നത്. പുതുപ്പള്ളിയിൽ ആ വെൺകല്ലറയിലേക്ക് പ്രിയപ്പെട്ടവരുടെ ഒഴുക്കാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ 9 മണി വാർത്ത നമ്മളിവിടെ തുടങ്ങുന്നത്. നോക്കാം പ്രധാന വാർത്തകൾ വേഗത്തിൽ. ഷോക്കേറ്റ് കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് വിവിധ സംഘടനകൾ. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് KSUവിന്റെയും ABVPയുടെയും ആഹ്വാനം. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മിഥുന്റെ സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. പുതുപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം 10 മണിക്ക്. രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ ദാനവും പുതുപ്പള്ളിയിലെ ചടങ്ങിൽ. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് കോൺഗ്രസ്. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ യോഗം. രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത C സദാനന്ദന് സ്വീകരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രധാന ചർച്ച. മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ ചൊല്ലി തർക്കം. ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ്. മന്ത്രി B അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലെ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതെന്നും ലീഗിന്റെ ആക്ഷേപം. താനൂരിൽ ജനറൽ ആശുപത്രി വേണമെന്ന നിലപാടിൽ ഉറച്ച CPM. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ, ഏലമലക്കാട് മേഖലയിലെ 150ലധികം മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന് സൂചന. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശത്തിന് സമീപം നിന്ന്. വിവാദമായതോടെ കേസെടുത്ത് വനം വകുപ്പ്. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി തുടരുന്നു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയേക്കും. BCക്ക് സംരക്ഷണം നൽകണമെന്ന പോലീസ് മേധാവിക്ക് രാജ്ഭവന്റെ നിർദ്ദേശം. BC എത്തിയാൽ SFIയുടെ പ്രതിഷേധത്തിന് സാധ്യത. ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്ത്. മൊഴി പുറത്തുവിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന ആരോപണം. ധർമ്മസ്ഥല പോലീസിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. തൊഴിലാളിയുടെ ജീവൻ അപകടത്തിലായാൽ ധർമ്മസ്ഥല പോലീസിന് ഉത്തരവാദിത്തമെന്നും പരാതിക്കാർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കില്ല. പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തള്ളി വൈറ്റ് ഹൌസ്. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വിവരമില്ലെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയവും. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. TRF ലഷ്കർ എ തോയ്ബയുടെ നിഴൽ സംഘടനയെന്ന് US വിദേശകാര്യ സെക്രട്ടറി. ഭീകരവാദത്തെ ചെറുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമെന്നും മാർക്ക് റൂബിയോ. വിശദമായി നോക്കാം. ജനനായകന്റെ ഓർമ്മകൾക്ക് 2 ആണ്ട്.
ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സ്. കേരള രാഷ്ട്രീയത്തിലെ അതികായനും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം വിപുലമായാണ് കോൺഗ്രസ് ആചരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം രാഹുൽ ഗാന്ധി 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തും. സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ പരിപാടികളാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ നടത്തുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ ജനാരാധ്യനായ നേതാവിൻ്റെ വിയോഗം അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെയും UDF-നെയും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 വർഷമായി ഒരു നാഥനില്ല, ഒരു നേതൃത്വം, ഒരു നേതാവില്ലാത്തൊരു വേദന അനുഭവിക്കുന്നുണ്ട് കോൺഗ്രസും UDF-ഉം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്തായാലും ഇന്ന് അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2ാം ചരമ ദിനമാണെന്നല്ലേ? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ശക്തനായ നേതാവിനെയാണ് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് വിട നൽകേണ്ടി വന്നത്. പല അസുഖങ്ങളെ തുടർന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം അരങ്ങൊഴിയുന്ന, രാഷ്ട്രീയത്തിൽ നിന്ന് അരങ്ങൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതാണ്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും അത്രത്തോളം കരുത്തനായ ഒരു നേതാവില്ലാത്ത പ്രതിസന്ധി പലപ്പോഴും UDF ക്യാമ്പിനെ അലട്ടാറുണ്ട്. ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള നേതാവ് എത്തിയില്ലെങ്കിലും, അത്രത്തോളം തലയെടുപ്പുള്ള നേതാവില്ലെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കോൺഗ്രസ് നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു കാലമാണ്. ഒരു തവണ തുടർച്ചയായി 2 വട്ടം LDF സർക്കാർ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെയൊക്കെ പിന്നാലെ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്ന കാലത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അനുസ്മരണ സമ്മേളനം രാവിലെ 10 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി തുടങ്ങുക. രാഹുൽ ഗാന്ധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏതാണ്ട് 9:30 അദ്ദേഹം ഇവിടേക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ആദ്യം ഖബറിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ നടക്കുന്ന വേദിയിലേക്ക് എത്തുക. ഇവിടെ CMP നേതാവ് CP ജോൺ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ആയിരിക്കും, വിവിധ മത സംഘടനാ നേതാക്കൾ, വിവിധ ഘടകകക്ഷി നേതാക്കളൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തുന്നു. ഈ വേദിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. കുമരകം താജ് ഹോട്ടലിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി എത്തി താമസിച്ചിരുന്നത്. എന്തായാലും നേതാക്കൾ ഓരോരുത്തരായി വേദിയിലേക്ക് എത്തി ഇരിപ്പിടത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പുത്തൻ ഊർജ്ജമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എല്ലാ കാലത്തും ഏത് സമയത്തും ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു കോൺഗ്രസിന് ഒരു ഊർജ്ജം നൽകുകയാണ്. ഇപ്പൊ ചാണ്ടി ഉമ്മൻ തുടർന്ന് സമീപകാലത്ത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ വലിയ കയ്യടി നേടാനുള്ള പ്രധാന കാരണവും അത് ഉമ്മൻചാണ്ടി എന്ന ഓർമ്മയാണ്. ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഈ 12ഓളം വീടുകളുടെ താക്കോൽദാനം എന്ന് പറയേണ്ടി വരും. ശ്രുതിതരംഗം പോലുള്ള പദ്ധതികളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ആ ശ്രുതി തരംഗത്തിന് പകരമായി സ്മൃതി തരംഗം എന്ന പേരിൽ ഒരു സന്നദ്ധ പരിപാടി കൂടി KPCC ആരംഭിക്കുന്നു. അതിന്റെയും പ്രഖ്യാപനം ഈ വേദിയിൽ ഉണ്ടാകും. എന്തായാലും നേതാക്കൾ ഓരോരുത്തരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അല്പസമയം കൂടി കഴിഞ്ഞാൽ AICC അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക്. തീർച്ചയായും ശ്രീജിത്ത്, നമുക്കറിയാം കോൺഗ്രസിന്റെ കയറ്റിറക്കങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ കൈയടയാളമുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ പൊടുന്നനെ ഒരു അനാഥരായി പോയ അനുഭവമാണ് അദ്ദേഹത്തിന്റെ വിയോഗം അവരിൽ ഉണ്ടാക്കുന്ന അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അനാഥരായി പോയി എന്ന് പറഞ്ഞ് വിലപിച്ച ആളുകളെ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയിട്ട് 2 വർഷമായിട്ട് പോലും ആ കല്ലറയിലേക്ക് ഉണ്ടാകുന്ന ആളുകളുടെ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം, ചരമ ദിവസം ഇന്ന് നമുക്ക് ആ വേദി കാണാൻ സാധിക്കും. നിറഞ്ഞ് കവിയുകയാണ് ആ വേദിയല്ല. അത്രമാത്രം ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അതിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?
തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ എപ്പോഴത്തെയും ഒരു കരുത്ത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഒരു വലിയ സവിശേഷത. അവരുടെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, ഇതിലൊക്കെ ഇടപെട്ടാണ് വലിയ വികസന പദ്ധതികൾ ഒരു വശത്ത് നടത്താൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ചെറിയ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു കരുത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലടക്കം കണ്ട ജനത്തിരക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ വലിയ നിര തന്നെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അത് വെളിവാക്കുന്നതാണ്. ഇന്ന് അവധി ദിവസമൊന്നുമല്ല, പക്ഷേ ഇതിനകം തന്നെ പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദിയിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും എത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല, തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, AP അനിൽകുമാർ, അങ്ങനെ നേതാക്കൾ എല്ലാവരും ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇനി കൂടുതൽ നേതാക്കൾ സംസാരിച്ചു തുടങ്ങും. ഭവ്യ, തീർച്ചയായും ഉടൻ തന്നെ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം തിരിച്ചെത്താം. മുൻപ് മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ്. മഞ്ചേരിയിൽ നിന്നും താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ലീഗ് ആരോപിക്കുന്നു. മഞ്ചേരിയിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്ന് കൊണ്ടുവരാനാകില്ലേ മഞ്ചേരി MLA UA ലത്തീഫ് ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതായെന്നും താനൂരിന് ജനറൽ ഹോസ്പിറ്റൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ 2 ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകില്ലെന്നുമാണ് CPM നിലപാട്. മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ മഞ്ചേരിയിലെ നഗരസഭയുടെ അധികൃതരും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ചേരുന്നുണ്ട്. ചെയർപേഴ്സൺ സുബേദ ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ ലീഗ് നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരു തരത്തിലും ഇവിടുന്ന് ജനറൽ ആശുപത്രി മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളത്. പക്ഷേ ജനറൽ ആശുപത്രി ഇല്ല എന്നാണ് മന്ത്രി നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നത്. 2014 മുതൽ മെഡിക്കൽ കോളേജ് വന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രി ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജനറൽ ആശുപത്രി ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇവിടെയുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം മെഡിക്കൽ കോളേജിൻ്റെ OP ഉണ്ട്. നഗരസഭയിൽ തന്നെ 6ഓളം നഗര ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറവ് വരില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കാൻ പറ്റുമോ അതിനെ? ഇല്ല. മഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷത്തിലധികം പോപ്പുലേഷനുള്ളൊരു നഗരസഭയാണ്. രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ അവിടെ 200-200-ലധികം ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നഗരസഭയിൽ 6 വെൽനസ് സെൻ്ററുകളിലും 1 മണിക്ക് ശേഷമുള്ള OPയിലും അതുപോലെ 200ഓളം ആളുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ഉള്ളത്. അതിനോടൊപ്പം പ്രസവ കേസ് ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ പ്രസവം നടന്നിരുന്നത് മഞ്ചേരി നഗരസഭയിൽ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ ഇന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നിങ്ങൾക്കറിയാം, പ്രവാസി ലോകം അതിൻ്റെ പ്രയാസം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട്, തൊഴിലില്ലായ്മയായിട്ട് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച് വരുമ്പോൾ ചുരുങ്ങിയത് 30,000 രൂപയെങ്കിലും അവർക്ക് വരും. കാരണം ഒന്നും ഇല്ലാതെ നടന്നിരുന്ന ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രയാസം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പറേഷനുകൾക്ക് ഡേറ്റ് ഒരുപാട് സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്ക് പോവാം. ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും നഗരസഭയിൽ ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നിൽക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, ചുറ്റുപാടുള്ള തൃക്കലങ്കോട്, ആനക്കായം, പുൽപ്പറ്റ പഞ്ചായത്തുകളും പാണ്ടിക്കാട് പഞ്ചായത്തൊക്കെ ഏക ആശ്രയം മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. താനൂർ വേറെ മന്ത്രിതലത്തിലുണ്ട്. ഇവിടെ കാലത്തിനനുസരിച്ച് മാറ്റം വരണ്ടേ. അവിടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ആവശ്യമാണ്, അവിടെ വേറെ കൊടുക്കട്ടെ. അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടി വരും. തൃശ്ശൂർ ജില്ലയിൽ മറ്റു ജില്ലകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ മാറ്റങ്ങൾ ഇവിടെയും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിൽ ഇവിടുന്നുള്ള സംവിധാനങ്ങൾ കുറയുന്നില്ല, പക്ഷേ താനൂരിൽ ഇത് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിനകത്ത് മഞ്ചേരി ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് മഞ്ചേരിയിൽ നേരത്തെ നമുക്കറിയാം, പിന്നെ ഇവിടെ ജില്ലാ ആശുപത്രി ആയിരുന്നു. ആ ജില്ലാ ആശുപത്രിയെ ജനങ്ങളെല്ലാവരും പിരിവെടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സർക്കാർ ജനറൽ ആശുപത്രിയായി ഉയർത്തി. ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞു, ഇവിടെ ഈ പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികളുടെയും ഹോസ്പിറ്റൽ 350 ബെഡുകളോടുകൂടി ഈ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന പ്രദേശങ്ങളിലൊന്നായ മഞ്ചേരിയിലെ
ആശുപത്രിയിൽ പിന്നെ സൗകര്യം ഒരുക്കിയതാണ്. പക്ഷേ ആ സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയും അതുപോലെ 550 ബെഡുള്ള ജനറൽ ആശുപത്രിയും ഒരു ദിവസം ബോർഡ് മാറ്റി വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം ഇല്ലാതായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. എന്നാൽ അതിനുശേഷം പിന്നെ DHS ഈ ജനറൽ ആശുപത്രി 2016 18 ജനറൽ ആശുപത്രികളിൽ 16 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ആ കൂട്ടത്തിൽ മഞ്ചേരിയും വിട്ടുകൊടുത്തു. 2016 ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് ആ ഉത്തരവ്, 17-ാം തീയതിയാണ് ആ ഉത്തരവ് ഇറങ്ങുന്നത്. 29-ാം തീയതി മഞ്ചേരി നഗരസഭാ കൗൺസിൽ ആ ഉത്തരവ് വാങ്ങിച്ചു. പക്ഷേ ആ ഉത്തരവ് നഗരസഭ പൂഴ്ത്തിവെക്കുക ചെയ്തു. അത് സംബന്ധിച്ച് അങ്ങനെ ഉത്തരവ് കിട്ടിയെന്ന് പോലും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആ ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ ഉത്തരവ് കിട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി മാറിയിട്ടുണ്ട്, കെട്ടിടം മറ്റു സൗകര്യമില്ല. അപ്പോൾ ഞങ്ങൾ കൗൺസിലിനകത്ത് ഇത് അനുസരിച്ചത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിനടക്കമുള്ള സൗകര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സമീപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സുന്ദരമായ ജനറൽ ആശുപത്രി നിലനിന്നിരുന്നു. ഈ ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ഇപ്പോൾ മഞ്ചേരി നഗരസഭയാണ്. എന്നിട്ട് ഞങ്ങൾ ബഹളവും ഞങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ജനറൽ ആശുപത്രി വിട്ടുകൊടുക്കുന്നത് സർക്കാരാണ്. ഇവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് കൊടുത്തു, ഞങ്ങൾ OP നടത്താൻ തയ്യാറാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടല്ലല്ലോ ചെയ്യേണ്ടത്. സൂപ്രണ്ട് സ്വാഭാവികമായിട്ടും മേലോട്ട് അയച്ചു. അതിന് എന്തെല്ലാം സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടി കൊടുത്തില്ല. അതിനുശേഷം വീണ്ടും DMO ഇവരോട് ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഇങ്ങനെ ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന് നിങ്ങളിപ്പോഴും തയ്യാറാണോ എന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യമുയർത്തിയപ്പോൾ കൗൺസിലിനകത്ത് ഒരു തീരുമാനമെടുത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ പിന്നെ ടൗൺ ഹാളിനകത്ത് ജനറൽ ആശുപത്രിയുടെ OP നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് DMOക്ക് കത്ത് കൊടുക്കുകയും അതേ പിറ്റേ ദിവസം തന്നെ MLAയും ചെയർപേഴ്സണും അടക്കമുള്ള ആളുകൾ മന്ത്രിയെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറയുന്നതിന് പകരം ഇവിടുന്ന് ജനറൽ ആശുപത്രി മാറ്റരുത് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന സംവിധാനം ഇവിടുന്ന് മാറ്റില്ല, അത് ബോർഡും നഗരസഭയാണ്. അതായത് 2016 ചെയർമാൻ ഞാൻ തന്നെയായിരുന്നു, ഇവിടെ വൈസ് ചെയർമാൻ VP ഫിറോസുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു പറഞ്ഞു. നമ്മൾ ആ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഞ്ചേരി സൂപ്രണ്ട് അന്ന് നന്ദകുമാറാണ്, DMO സെക്കീന മേഡായിരുന്നു, അവരെ നേരിട്ട് നമ്മൾ ചെന്ന് കണ്ടു. ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നഗരസഭ ഇത് നടത്താൻ തയ്യാറാണ്. അപ്പോൾ എവിടെ നടത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, അവർ ചോദിച്ചതല്ല, നമ്മളതിൽ ചർച്ച വന്നാൽ എവിടെ നടത്തുക, നമ്മൾ ടൗൺ ഹാൾ വിട്ടുകൊടുക്കുക. ടൗൺ ഹാൾ തുടക്കത്തിൽ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ DMO പറഞ്ഞു, അതുപോലെ തന്നെ നന്ദകുമാർ അദ്ദേഹം പറഞ്ഞു, ആ ഉത്തരവ് അങ്ങനെ അന്ന് വന്നു എന്നല്ലാതെ മഞ്ചേരി നഗരസഭ അന്ന് തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിനെ കാണാൻ MLAയും ഞങ്ങളും പോകുന്നത്. ഞങ്ങൾ UDF തലത്തിൽ തന്നെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ അവിടുന്ന് പോയിട്ടില്ല, ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ പല പ്രാവശ്യം അവതരിപ്പിച്ചപ്പോഴും മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നാണ് ഇപ്പോഴും മന്ത്രി പറഞ്ഞത്. നഗരസഭയ്ക്ക് അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്, നഗരസഭ തയ്യാറാണ്. കാരണം അത് ചായക്കച്ചവടമല്ലല്ലോ. നമ്മളോട് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്ന് നടത്തണം എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാൻ പറ്റില്ല. എല്ലാ നഗരസഭക്കും ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭയ്ക്ക് എന്താ വ്യത്യാസം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വലിയൊരു അനുഗ്രഹമാണ്. ഓരോ വർഷവും 300-ലധികം കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്, പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അല്ല, ഇതിലുള്ള വിഷയം ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ സംസാരിച്ചല്ലോ. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയാക്കി, പിന്നെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോൾ ഇങ്ങനെ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കത്ത് വന്നിരുന്നു, അന്ന് ഞാനിവിടെ HDS മെമ്പറാണ്. ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മഞ്ചേരി ജനറൽ ആശുപത്രി ഏറ്റെടുക്കണം എന്നുള്ള ആ ഒരു വരി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ഓർഡർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ, അത് അടുത്ത ദിവസം തന്നെ, ബന്ധപ്പെട്ട ദിവസം തന്നെ അതിൻ്റെ ആ ഒരു കാര്യം അവിടെ അവസാനിച്ചു. ആ ഒരു കാര്യം അന്ന് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇവരിപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇങ്ങനെ ഒരു കാര്യം തരും, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയാൽ അങ്ങനെ ഒരു ഉത്തരവില്ല എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്ല സർക്കാർ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ
സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവില്ല എന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തരവ് നിലനിൽക്കുന്നില്ലെങ്കിൽ സർക്കാർ ഉത്തരവ് കൊണ്ട് തന്നെ നിലനിൽക്കുന്നില്ലെങ്കിൽ ആ വാക്കാലല്ല ഭേദഗതി ഉത്തരവ് വേണം. വാക്കാൽ പറഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് പിന്നെ അതല്ല, അതിൽ ഞാൻ പറയട്ടെ, ഇതിലിപ്പോ ഇദ്ദേഹം പറയുന്ന ഈ വിഷയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും DMOനോട് ചോദിച്ചതാണ്. രണ്ട് MLA മാരുടെ സാന്നിധ്യത്തിൽ DMOനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇല്ലാന്നും അങ്ങനെ നഗരസഭയ്ക്ക് വിട്ടുതന്നിട്ടുള്ള യാതൊരു ഓർഡർ ഇല്ലാന്നും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ഒരു നിലക്കും നഗരസഭയ്ക്ക് ഏറ്റെടുക്കാൻ ഇത് ആകാശത്തല്ലല്ലോ ഈ സാധനം. എവിടെ പോയിട്ട് നഗരസഭ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് DMO ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരിപ്പോ ഇതേ പറയുന്നുണ്ടല്ലോ, ഇവരുടെ മന്ത്രിക്ക് നിയമം ഇത് ഇപ്പൊ ആ മന്ത്രി ഇതുപോലെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കും. ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ ഉത്തരവ് നിലവിലുള്ള ഉത്തരവാണ്. ഈ ഉത്തരവനുസരിച്ചുള്ള മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ മഞ്ചേരിയിൽ നിലനിർത്തണമെങ്കിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്ത് നടത്തിയേ മതിയാകൂ. ഇപ്പോൾ വേറൊരു വിഷയം എന്താ വെച്ചാൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിന്ന് താനൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മന്ത്രി ഒരു നിവേദനം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. മന്ത്രി അപേക്ഷ കൊടുത്ത അയാളുടെ മണ്ഡലത്തിലേക്ക് ഇവിടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു ജനറൽ ആശുപത്രി ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റണം എന്നുള്ളത്. അത് സംബന്ധിച്ച് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ ഇന്നലെയും മന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഗവൺമെൻറ് ഔദ്യോഗികമായി അത്തരത്തിലുള്ളൊരു തീരുമാനവും എടുത്തിട്ടില്ല, ഒന്നും മാറ്റാൻ തീരുമാനിച്ചില്ല. പക്ഷേ ഒരു കാര്യം തരുമോ, മഞ്ചേരി ജനറൽ ആശുപത്രി ഇപ്പോഴും മാറ്റാൻ ആരും തീരുമാനിച്ചിട്ടില്ല, സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് എന്തില്ല, ജനത്തിനൊരു ഉപകാരമില്ല. കാരണം ജനത്തിന് ഉപകാരമില്ല പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് പൂർണ്ണമായും ചികിത്സാ സംവിധാനങ്ങളുള്ളത്. ജനറൽ ആശുപത്രി ഇവിടെ ഇല്ല. ജനറൽ ആശുപത്രി റെക്കോർഡിലുണ്ട് എന്നുള്ളതല്ലാതെ ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫും ഇല്ലാതെ ഞാൻ പറഞ്ഞു, ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ജനറൽ ആശുപത്രി ഇപ്പോൾ ദിഭരണ സംവിധാനം, ആ ദിഭരണ സംവിധാനം ഒഴിവാക്കി ജനറൽ ആശുപത്രി വേറെ ഭരണവും മെഡിക്കൽ കോളേജ് വേറെ ഭരണവും വരണം. അതായത് ജനറൽ ആശുപത്രി എന്ന സംവിധാനം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ 40ഓളം ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫും ചിലപ്പോൾ ഇവിടുന്ന് പോകും. സ്വാഭാവികമായിട്ടും അത് പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഇപ്പൊ ഇവർ പറയണ്ടല്ലോ ഇവിടെ ജനറൽ ആശുപത്രി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ ആശുപത്രി കൊണ്ടിടക്കും? ഇവിടുത്തെ ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും DHSന്റെ കീഴിലുള്ള ജീവനക്കാരാണ് ഇവിടുത്തെ ഡോക്ടർമാർ. ആ ഡോക്ടർമാരൊക്കെ അതോടുകൂടി അങ്ങ് പോകൂലേ? അതോടുകൂടി ഈ മെഡിക്കൽ കോളേജ് എങ്ങനെ നിലനിന്ന് പോകും? അത് ഇവിടുന്ന് HMC കട്ട് ചെയ്തു. അതാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ്, അത് ആദ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ. ആദ്യം തന്നെ അതാണ് കട്ട് ചെയ്യാനാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നത്. അതായത് മുമ്പ് ഇവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ജനറൽ ഹോസ്പിറ്റലാണ് എന്റെയും സൂപ്രണ്ടിന്റെയും പേരിലായിരുന്നു. പക്ഷേ അല്ല, ആദ്യം HMC രൂപീകരിച്ച് സർക്കാർ HMC രൂപീകരിക്കാനുള്ള അനുമതി തന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി HMC രൂപീകരിച്ച് നഗരസഭ ഇന്നും തയ്യാറാണ്. എനിക്ക് പ്രിയപ്പെട്ട പൊതുജനങ്ങളോട് പറയാനുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും പറയാനുള്ളത്, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മഞ്ചേരിയിൽ ജനറൽ ഹോസ്പിറ്റൽ നിലനിർത്തണം മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് ഈ സംവിധാനം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഈ നാടിനെ ദോഷം ചെയ്യുന്നതല്ലേ? ദോഷം ചെയ്യുമെന്നല്ല, ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ അത് ഇവിടെ ഒന്നല്ല. ഒരു മെഡിക്കൽ കോളേജിന്റെ സംവിധാനം ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് 9 കൊല്ലം കൊണ്ടു നടന്നു. ഇതിനപ്പുറത്തേക്ക് ഇതൊരു പുതിയ സാധനമാക്കി വേണ്ടേ? അതിന് ഈ ജനറൽ ആശുപത്രിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ മഞ്ചേരി നഗരസഭയ്ക്ക് സർക്കാർ കത്തയച്ചിട്ട് മറുപടി കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അത് അന്ന് തന്നെ ഒരു കുറച്ച് അവിടുത്തെ ഒരു 50 സെന്റ് സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ സർക്കാരിന് തിരിച്ചൊരു കത്തെഴുതി ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, ജനറൽ ആശുപത്രി തുടങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്ന് ഇതാണെങ്കിൽ അന്ന് ഇവിടെ ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊന്ന് പറഞ്ഞു, ഇവിടെ ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രി പറ്റും. അതൊന്നുമല്ല, കോട്ടയത്ത് എത്ര ജനറൽ ആശുപത്രി ഉണ്ട്? ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ സ്വാഭാവികമായിട്ടും രേഖകളിൽ ജനറൽ ആശുപത്രി ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങൾ കുറച്ചുകൊണ്ട് താനൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നു? അല്ല,
ഞങ്ങൾ ജനറൽ ആശുപത്രി ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് അംഗീകരിക്കുന്നില്ല. പക്ഷേ ജനറൽ ആശുപത്രി നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ പ്രക്ഷോഭമല്ല നഗരസഭ നടത്തല്. നഗരസഭ ഈ ജനറൽ ആശുപത്രി നിലനിർത്താൻ അവരുടെ കയ്യിലുള്ള ആശുപത്രി ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പം അവരെന്താ വെച്ചാൽ അവർ പ്രക്ഷോഭം നടത്തും എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് പകരം ജനറൽ ആശുപത്രി അവർക്ക് കിട്ടിയിട്ട് ഇപ്പോൾ അവർ ഈ ഉത്തരവുമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ഈ ഉത്തരവുമായി നാളെ തന്നെ മന്ത്രിയെ കണ്ട്, ഇത് ഇവിടെ നിന്ന് സംസാരിക്കല്ല, നാളെ തന്നെ മന്ത്രിയെ കണ്ട് ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്, ആ ഉത്തരവ് ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരവ് നിങ്ങൾ ഇറക്കണം. ഈ ഉത്തരവ് വെച്ചുകൊണ്ടാണ് ഞങ്ങളെ ഇടതുപക്ഷം അവിടെ വിമർശിക്കുന്നത്. അതില്ലെങ്കിൽ അതാണല്ലോ അവർ ചെയ്യുന്നത്, ഞങ്ങളെ വിമർശിക്കുന്നത്. ഈ ഉത്തരവ് ചുരുട്ടിപ്പിടിച്ചാണ് അവർ ചാനലുകൾക്ക് മുമ്പിൽ വന്നത്. അതുകൊണ്ട് ഈ ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവ് ഇറക്കണം, അല്ലെങ്കിൽ ഈ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ആശുപത്രി നടത്താനുള്ള അനുമതി തരണം. അത് പറയാൻ നഗരസഭാ ചെയർപേഴ്സണും വരും ഞങ്ങളെ കൂടെ വരാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ നഗരസഭ ഇതിന് തയ്യാറാണ്. പറഞ്ഞില്ലേ, നമ്മൾ ഈ താൽക്കാലിക മെഡിക്കൽ കോളേജ് വന്നത് കൊണ്ട് നമ്മൾക്ക് സംഭവം കിട്ടുന്ന സമയം നമ്മൾ സൗകര്യം ഒരുക്കാണ് വേണ്ടത്. അതിനാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് അന്ന് പറഞ്ഞത് 50 ഏക്കർ സ്ഥലം, ഈ ഉപേതാക്ക അടക്കമുള്ള കമ്മിറ്റിയിലുള്ള ആളുകളാണ് പറഞ്ഞത്. ഞാൻ HDS മെമ്പറാണ്. 50 ഏക്കർ സ്ഥലത്തിൽ 25 ഏക്കർ ഫ്രീ ആയിട്ട് തരാം, 25 ഏക്കർ ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴാണ് അത് അംഗീകരിക്കാതെ ഈ ഇട്ടാവട്ടത്തിലിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ പറയുന്നത് പഴയ ജനറൽ ഹോസ്പിറ്റൽ ആ ജനറൽ ഹോസ്പിറ്റലായിട്ട് നിലനിർത്തി ബാക്കി സ്ഥാപനങ്ങൾ അങ്ങോട്ട് മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. ആകെയുള്ള ഈ ആശ്രയ കേന്ദ്രം വയനാട്ടിൽ നിന്നായാലും അതുപോലെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയാലും അവിടുന്നൊക്കെ വരുന്ന ആളുകൾക്ക് വരാനുള്ള ഒരു സാധ്യതയുള്ള ഏറ്റവും നല്ല രീതിയിൽ നാളെ ഞങ്ങൾ തയ്യാറാണ്. ഈ ഉത്തരവുമായി മന്ത്രിയെ കണ്ടിട്ട് ഈ നഗരസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കുന്നു, ആ ഒരുക്കുന്നതിന് സഹായം വേണമെന്ന് മന്ത്രിയോട് ഇവർ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ LDF ഇപ്പൊ ഇവിടെ ഈ മെഡിക്കൽ കോളേജ് വരുന്ന സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കെട്ടിടം നിർമ്മിച്ച് ഇത് മാറ്റിക്കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായിരുന്നു എന്നുള്ളത് അന്നത്തെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ ലീഗിന്റെ പ്രതിനിധികൾ പറഞ്ഞു. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ആ കെട്ടിടവും സ്ഥലവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത് ഇവിടുന്ന് പോവില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഉത്തരവ് നഗരസഭയോട് ചെയ്യാൻ ഉത്തരവ് കൊണ്ടുവന്ന നാളെ തന്നെ നഗരസഭ ചെയ്യും. ഈ വിഷയം വളരെ പ്രസക്തമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഈ നാടിന് ലഭിക്കുക തന്നെ വേണം. പക്ഷേ അതിന്റെ ഇത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ നഗരം ഭരിക്കുന്ന നഗരസഭ UDF-നുണ്ടെന്ന് LDF ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലില്ലാത്ത ഒരു ആശുപത്രിയാണ് താനൂരിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കാരണം ഇവിടുത്തെ ആളുകൾക്ക് അതിന്റെ സേവനം ലഭിക്കുന്നത് മുടങ്ങരുതെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രി നിലനിർത്തുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പക്ഷേ അതിന്റെ വഴികളെക്കുറിച്ച് ഇരു മുന്നണികളും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതാണ് മഞ്ചേരി ആശുപത്രി അവിടെ നിലനിർത്തുന്നത് സംബന്ധിച്ചുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏറ്റവും പ്രധാനമായി മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ അവിടെ തന്നെ നിലനിർത്തണമെന്നാണ് അവിടെ കൂടിയ ആളുകൾ ഒന്നടങ്കം പറയുന്നത്. പിന്നെ അതിൻ്റെ സാങ്കേതിക വശം പരിശോധിക്കണമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി ആശുപത്രി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ലീഗ് നിൽക്കുകയാണ്. അവർ പറയുന്നത് ഏറ്റവും പ്രധാനം ഇത് രാഷ്ട്രീയ നീക്കമാണ്, തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ താനൂരിലെ തീരദേശ നിവാസികൾക്ക് പ്രധാനമായും ഈ മികച്ച ആതുര സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ 3 ജില്ലകൾ ആശ്രയിക്കുന്ന മഞ്ചേരിയിലെ ഈ ആശുപത്രി, ഈ ജനറൽ ആശുപത്രി എടുത്തു മാറ്റിയിട്ട് വേണോ താനൂരിൽ മറ്റൊരു ആശുപത്രി കൊണ്ടുവരാനെന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആളുകളുടെ അഭിപ്രായമാണ് കേട്ടത്. മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റണം എന്നുള്ള നിലപാടിലാണ് CPM നിൽക്കുന്നത്. ൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത്. ജനറൽ ആശുപത്രി DHSന്റെ കീഴിലും മെഡിക്കൽ കോളേജ് DMEയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടാക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കങ്ങൾ പ്രസക്തമാകുന്നത്. 2014 മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രി ഇല്ലാതായെന്നും മെഡിക്കൽ കോളേജിലെ OP സംവിധാനവും മഞ്ചേരി നഗരസഭയിലെ 6 UPSC അഥവാ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. തീരദേശ മണ്ഡലമായ താനൂരിൽ മികച്ച ആശുപത്രിയുടെ അഭാവമുണ്ടെന്നും ജനറൽ ആശുപത്രി ഇവിടെ അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. താനൂർ MLA കൂടിയായ മന്ത്രി V. അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം സമർപ്പിച്ചത്.
ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയെങ്കിലും ആലോചന ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല. തികച്ചും രാഷ്ട്രീയമായ നീക്കമായാണ് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത്. ഇതുവരെ ഇല്ലാത്തൊരാവശ്യം ഇപ്പോൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ പരാജയപ്പെടുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണിത്. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അദ്ദേഹം മന്ത്രിയല്ലെന്നോ? അതുപോലെ 10 കൊല്ലം ഇവിടെ ഭരിച്ചത് LDF അല്ലേ? എന്താണ് അദ്ദേഹത്തിന് താലൂക്ക് ആശുപത്രി ഒന്ന് ഉയർത്തിയത്? ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രി ആക്കിക്കൂടെ? ഇത്ര പ്രയാസമില്ലല്ലോ. അത് ചെയ്യാതെ ഇതന്നെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാത്തതാണ്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റണ്ടാണെന്നല്ലാതെ ഒരു ആത്മാർത്ഥതയില്ല. എന്നാൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരു മേഖലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും താനൂരിൽ ജനറൽ ആശുപത്രി അനിവാര്യമാണെന്നും CPM വിശദീകരിക്കുന്നു. ജനറൽ ആശുപത്രി എങ്ങോട്ടാന്നുള്ളത് അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ നിലക്കണ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവരൊക്കെ എല്ലാവരായിട്ടും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത് നിൽക്കുന്ന കാര്യമല്ലല്ലോ, അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ്, പ്രയാസങ്ങളാണ്. ഒരുപാട് പോസ്റ്റ് ക്രിയേഷനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിലിപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ താനൂരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. സ്ഥലപരിമിതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മഞ്ചേരിയുടെ പരിസര പ്രദേശത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. താനൂർ തീരദേശ മേഖലയ്ക്ക് മികച്ച ആതുര സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ലെങ്കിലും 3 ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന മഞ്ചേരിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ട് വേണോ അതെന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനവും ഏറെയാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. നമുക്കൊപ്പം മഞ്ചേരി മുൻ MLA M ഉമ്മർ ചേരുന്നുണ്ട്. ശ്രീ ഉമ്മർ, ഏറ്റവും പ്രധാനമായി ലീഗ് പറയുന്നത് ഇവിടെ നിന്ന് ഈ ആശുപത്രി മാറ്റേണ്ടതില്ല, അത് അവിടെ തന്നെ തുടരണമെന്നാണ്. അതിനെന്ത് കാരണമാണ് ലീഗ് പറയുന്നത്? ഏറ്റവും പ്രധാന വലിയ രാഷ്ട്രീയ പോർവിളികൾ നടക്കുകയാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ നടക്കുകയാണ്. ലീഗാണ് പറയുന്നത് മഞ്ചേരിക്ക് ഈ ആശുപത്രി ആവശ്യമുണ്ടെന്നൊപ്പം അവിടുത്തെ നാട്ടുകാരും ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയെന്നാണ് അല്പസമയം മുൻപ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയ അഭിപ്രായത്തിൽ നിന്ന് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല, അത് ഇപ്പൊ മഞ്ചേരിയില് എന്ന് പറഞ്ഞാല് ഈ ജനറൽ ആശുപത്രി മലപ്പുറം ജില്ലയില് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 44 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. അവർക്കുള്ള ഏക ആശ്രയമാണ് ഈ ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് വെറും ഒരു റെഫറലായി വന്നാൽ പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ചികിത്സക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നിലനിർത്തൽ ഏറ്റവും അത്യാവശ്യമാണ്. വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമല്ലേ. അപ്പൊ അത് മെഡിക്കൽ കോളേജ് അവിടെ നിൽക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് ജനറൽ ആശുപത്രി മഞ്ചേരി തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് വേണ്ടത് ശരിക്ക്. അപ്പൊ അത് മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് നിലനിർത്തുക, അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രി തൊട്ടടുത്ത് അതെല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇപ്പൊ കോഴിക്കോട് ജനറൽ ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജ് അവിടെ തന്നെ ഉണ്ട്. തൃശ്ശൂരുണ്ട് ജനറൽ ആശുപത്രി, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളുണ്ട്. എല്ലാ സ്ഥലത്തും അത് പാലക്കാട് അങ്ങനെയാണ്, ആലപ്പുഴയിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സേവനം വേറൊന്ന്, ജനറൽ ആശുപത്രിയിൽ നിന്നുള്ളൊരു സേവനം ഒന്നാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ മെഡിക്കൽ കോളേജ് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ജനറൽ ആശുപത്രി അപ്പുറത്തേക്ക് മാറ്റുക. എന്തായിരുന്നാലും അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് മഞ്ചേരി തന്നെ നിലനിൽക്കൽ വളരെ അത്യാവശ്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നതെന്നാണോ ലീഗിന്റെ ആരോപണം? അല്ല, ഇടക്കിടക്ക് ഇങ്ങനെ ഭീഷണിയായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് മാറ്റും, ജനറൽ ആശുപത്രി മാറ്റും എന്നുള്ള ഭീഷണി ഇടക്കിടക്കുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയാൽ മതിയല്ലോ. അത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. അപ്പൊ ആ ഭീതിയാണ്, അല്ലെങ്കിൽ ഇല്ലാന്നാണ് ഗവൺമെന്റാണ് ഇത് വ്യക്തമാക്കേണ്ടത്. ഇങ്ങനെ മാറ്റണ പ്രശ്നമില്ല, ഇവിടെ തന്നെ നിലനിൽക്കും, വേറെ മഞ്ചേരി തന്നെ മറ്റു സ്ഥലത്തേക്ക് സ്ഥാപിക്കുന്നുള്ള കാറ്റഗറിക്കൽ ജനങ്ങളെ ആശങ്ക മാറ്റേണ്ടത് ഈ ചർച്ച ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകളാണ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വക്താക്കളോ. അർത്ഥശങ്കക്കിടയില്ലാതെ പറയണം ഇവിടുന്ന് മാറ്റണ പ്രശ്നമല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് ജനറൽ ആശുപത്രി മറ്റൊരു സ്ഥലത്തും കണ്ടെത്തിയിട്ട് മാറ്റും എന്നുള്ളത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് വന്നത് മെഡിക്കൽ കോളേജ്. അന്നത്തെ ധാരണ പ്രകാരം ജനറൽ ആശുപത്രി ചരണിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി 10 കോടി രൂപ വകയിരുത്തിയതാണ്. അപ്പൊ അത് പിന്നെ അവരൊന്നും ചെയ്തില്ല, അത് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അത് ഒന്നുകിൽ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് അവിടെ നിൽക്കുന്ന നിലനിർത്തിയിട്ട് ജനറൽ ആശുപത്രി മാറ്റിവെക്കുക, അല്ലെങ്കിൽ
ജനറൽ ആശുപത്രി നിർത്തിയിട്ട് തൊട്ടടുത്ത് വേറെ സ്ഥലത്തേക്ക് സാധ്യമാവുമെങ്കിൽ അത് ആലോചിക്കുക. അല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അത് വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ശരി, വളരെ നന്ദി. മഞ്ചേരി മുൻ MLA ശ്രീ ഉമ്മറാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആശുപത്രി അവിടെ തന്നെ തുടരണം, അത് അവിടെ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ധർമ്മസ്ഥല കൊലപാതക പരമ്പര ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായി. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മൊഴി പുറത്തുവിട്ടതെന്നാണ് ആരോപണം. സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. അതീവ ഗൗരവ സ്വഭാവമുള്ള മൊഴി പുറത്തുവിട്ട ധർമ്മസ്ഥല പോലീസിനെതിരെയാണ് പരാതി. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ, മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത്. ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജ് SJ, അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ പറയുന്നു. KV ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, മണ്ണിൽ പുതഞ്ഞ സത്യം അത് പുറത്തറിയേണ്ടത് അനിവാര്യമാണ്. അതിനായുള്ള ഓട്ടത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമേ. പക്ഷേ ഇവിടെ പ്രതികളാവുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണോ? കാരണം ഏറ്റവും പ്രധാനമായി ഇത്ര വലിയൊരു വിവരം പുറത്ത് അറിയിച്ച ആ ഒരു ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ടത് അനിവാര്യമാണ്, അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് നൽകിയതാണ്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായി പ്രതികളായി നിൽക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭവ്യ, ധർമ്മസ്ഥലയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വിവരങ്ങളെല്ലാം തന്നെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന, അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഒടുവിലാണിപ്പോൾ അതീവ രഹസ്യമായി നൽകിയ, അതീവ ഗൗരവമുള്ള ഒരു ഈ ശുചീകരണ തൊഴിലാളിയുടെ 164 പ്രകാരമുള്ള മൊഴി അത് പുറത്തായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതിൽ പ്രധാനമായും ഈ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിൽ പല മൊഴികളുണ്ട്. അതോടൊപ്പം പ്രതികളുടെ പേരുകൾ ഉൾപ്പെടെ ഇദ്ദേഹം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. താൻ ഏത് സമയത്തും കൊല്ലപ്പെട്ടു പോയേക്കാമെന്ന് പോലും അദ്ദേഹം ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇരിക്കെയാണ് ഇദ്ദേഹത്തിന്റെ വ്യക്തി വിവരങ്ങൾ, ഇയാൾ ആരാണ്, പേര്, മറ്റു കാര്യങ്ങൾ, അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, ഏത് സമയത്ത്, ഏത് രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ, അത്തരത്തിൽ വളരെ ഗൗരവ സ്വഭാവമുള്ള, അതീവ ഈ സുരക്ഷിതമായി വെക്കേണ്ട ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അത് പല സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി തുടങ്ങിയ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം മാത്രമല്ല, ഇത് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിലെ കേസിലെ ഏക സാക്ഷിയാണ്. ഈ സാക്ഷി ഇല്ലാതായാൽ ഈ കേസുകൾ മുഴുവൻ പുറത്തു വരുന്നത് ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ധർമ്മസ്ഥല പോലീസായിരിക്കുമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് ബെൽത്തങ്ങാടി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ്. അത് പോലീസിന് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ധർമ്മസ്ഥല പോലീസിന് കൈമാറിയ മൊഴിയാണ്. അതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. 11 മണിക്കൂറാണ് ഒരു ഓൺലൈൻ മീഡിയയിൽ, യൂട്യൂബിൽ ഇതിന്റെ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിയത്. അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയുടെ ജീവൻ വലിയ ഭീഷണിയിലായിരിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശം അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് സുരക്ഷ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. ഈ പോലീസ് സുരക്ഷ തനിക്കും തന്നെ കുടുംബത്തിനും സുരക്ഷ നൽകിയാൽ മാത്രമേ താൻ ഇതിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കോടതി ഉറപ്പ് നൽകി. അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള മൊഴി നൽകിയത്. അതിൽ പ്രതികൾ ആരൊക്കെയാണ്, അന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ ആരൊക്കെയാണ്, അത്തരത്തിൽ നിർണായക വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. വലിയ തോതിലുള്ള നിർണായക വിവരങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക വിവരങ്ങൾ പുറത്താകുന്ന സാഹചര്യം, ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് അതൊന്നും പാലിക്കപ്പെടാത്ത സാഹചര്യം, ഇങ്ങനെ ഒന്നും നടപ്പാക്കാത്ത, നമ്മൾ ഏത് നിയമ സംവിധാനത്തിലാണോ വിശ്വസിക്കുന്നത് ഒന്നും നടപ്പാകാത്ത സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഇത്രമാത്രം നിർണായക വിവരങ്ങൾ പുറത്താകുമ്പോൾ വിരൽ ചൂണ്ടപ്പെടേണ്ടത് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെയല്ലേ? തീർച്ചയായും അത് ആ പരാതിയിൽ വ്യക്തമായി അവർ പറയുന്നുണ്ട്. ധർമ്മസ്ഥല പോലീസിൽ നിന്നാണ് ഇത്തരത്തിൽ പരാതി, ഈ രഹസ്യമൊഴി ചോർന്നതെന്ന കാര്യം
അതിന് ധർമ്മസ്ഥല പോലീസ് ഉത്തരവാദിയായിരിക്കും. ഏത് തരത്തിലുള്ള ഇതിൽ തുടരന്വേഷണത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാലും അത് ധർമ്മസ്ഥല പോലീസിനായിരിക്കും ഉത്തരവാദിത്തം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് 40 വർഷമായി ഒരു പോലീസ് സംവിധാനം ഇത്തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടി സഹായിക്കുന്നു, അതിപ്പോഴും തുടരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ആ പോലീസ് സംവിധാനങ്ങളൊക്കെ വിലക്കെടുക്കുന്ന സാഹചര്യം. ഇതിൽ അന്വേഷണം ഇതുവരെ ഇവർ ആരംഭിച്ചിട്ടില്ല. ഈ മണ്ണ് കുഴിച്ച് പരിശോധന, ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധനയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. സാക്ഷിക്ക് സുരക്ഷയില്ല. സാക്ഷിയുടെ മൊഴി അത് പുറത്ത് പോവുക. ഈ സാക്ഷിയെ കോടതിയിൽ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മതി. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ അത്രത്തോളം ജാഗ്രതയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുന്നു, കോടതിയിൽ മൊഴി നൽകുന്നു, തുടരന്വേഷണത്തിന് ഈ കോടതി നിർദ്ദേശം നൽകുന്നു, ഇദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച. ഒരുപാട് അമ്മമാർ, ഇത്തരത്തിൽ സഹോദരിമാർ ഒക്കെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ മക്കൾ എവിടെ, തങ്ങളുടെ കുഞ്ഞുമക്കൾ എവിടെ എന്ന കാര്യത്തിൽ ഇതിൽ നീതി വേണം. തങ്ങളുടെ ഏറ്റവും ഒടുവിലായി സുജാത ഭട്ടിന്റെ പരാതി ശ്രദ്ധിച്ചാൽ കാണാം, തന്റെ കാണാതായ ഒരു മകളാണ്, മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർക്ക് ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ആ പരാതി ഉള്ളത്. അതിൽ ഒരു അസ്ഥിയെങ്കിലും തനിക്ക് എടുത്തു തരൂ, അന്ത്യകർമ്മം ചെയ്യാൻ എന്നാണ് ആ അമ്മ ആ പരാതിയിൽ പോലും പറഞ്ഞത്. അത്തരത്തിൽ വലിയ തോതിലുള്ള സങ്കട കാഴ്ചകളാണ് ധർമ്മസ്ഥലയിൽ എങ്ങും കാണാൻ സാധിക്കുന്നത്. അതിലൊരു ഉത്തരം കിട്ടണം എന്ന് മാത്രമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഈ ഇരകൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. ഏതായാലും കോടതിയിൽ വലിയ വിശ്വാസം ഇപ്പോഴും ഉണ്ട്, നീതി ലഭിക്കുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച് കോടതിയിൽ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനമാണ്. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനത്തിന് സാധ്യതയുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ടും മണ്ണ് കുഴിച്ചെടുത്ത് പരിശോധന നടത്തുന്നില്ല. ആ സ്ഥലം ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായി വെക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ധർമ്മസ്ഥല കൊലപാതക പരമ്പര ഈ സംഭവത്തിൽ ഉണ്ട് എന്നതിനാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മുൻ ജീവനക്കാരന്റെ മൊഴി, ഏക സാക്ഷിയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ ജീവന്റെ അപകടത്തിലാണ്. ഇദ്ദേഹത്തിന് ഇപ്പോഴും സുരക്ഷ നൽകുന്നത് ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം അഭിഭാഷകരുമാണ്. പോലീസിന്റെ യാതൊരുവിധ സഹായവും കോടതി പറഞ്ഞിട്ടും കോടതിയുടെ ഉത്തരവിന് പുല്ലുവിലയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നത് ധർമ്മസ്ഥല പോലീസ്. എന്തായാലും പോലീസിന്റെ എതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിനടിയിൽ മൂടപ്പെട്ട ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളടിയാനുണ്ട്. അതിനുള്ള ഏക കണ്ണിയാണ് ഈ സാക്ഷി. ഈ സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഈ സാക്ഷിക്കാണ് സുരക്ഷ നൽകാതെ ഇത്തരത്തിൽ പോലീസ് ഇതിൽ ഒരു ദുരൂഹത ഉയർത്തുന്നത്. പോലീസിന്റെ ഒത്താശ ഇപ്പോഴും ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭവ്യ. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറും. അനാസ്ഥ കൊണ്ട് മാത്രമാണ് അപകടമുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സ്കൂളിന് ആരാണ് ഫിറ്റ്നസ് നൽകിയതെന്ന് പരിശോധിക്കും. രാഷ്ട്രീയ ബന്ധം തീരുമാനത്തെ ബാധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂളിലേക്ക് ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള അമ്മയെത്തിയ ശേഷം നാളെയാണ് മിഥുന്റെ സംസ്കാരം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ അച്ഛൻ്റെ കൈയും പിടിച്ച് നിറച്ചിരിയോടുകൂടി സ്കൂളിലേക്ക് നടന്നുപോയ മകനാണ്. അവനാണ് ഇന്നലെ അനാസ്ഥയുടെ ഇരയായി ജീവനറ്റ് കിടക്കുന്നത്. എങ്ങനെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്ന് പോലും നമുക്കറിയില്ല. അത്രമാത്രം വേദനയുണ്ടാക്കുന്ന ഒരു വിവരം ഇപ്പോഴും ഉള്ളുപിടക്കുകയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ. സ്കൂളിലേക്ക് അത്ര സന്തോഷത്തോടു കൂടെ പോയൊരു കുട്ടിയാണ് ജീവനറ്റ് കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആരൊക്കെയാണോ അതിന് ഉത്തരവാദികൾ അവർ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ, അവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാകും. വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നും ആ പ്രതിഷേധം തുടരുമല്ലേ? ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ് ഈ അപ്രതീക്ഷിതമായ അപകടത്തിൽ മിഥുൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഈ സ്കൂളിലെത്തി അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 11 മണിയോടെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളും അതിന്റെ പരിസരവും മുഴുവൻ കനത്ത പോലീസ് കാവലിലാണ്. ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത്
ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ പരിശോധന നടത്തുന്നു. അവർ ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. എവിടെ നിന്നാണ് ഈ കുട്ടി ഇതിന് മുകളിലേക്ക്, അതായത് ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറിയ വഴി ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. അത് അവർക്ക് വിശദീകരിച്ച് നൽകാനായി ഈ സ്കൂളിലെ അധികൃതരടക്കം ഒപ്പമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് സൂചന. എന്തായാലും പ്രാഥമികമായി ഉള്ള ഈ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും പ്രധാന അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല ഈ സ്കൂളിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഉയർന്ന പരാതികളിലും വിശദമായ അന്വേഷണം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ തന്നെ ഈ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കിയിരുന്നു. വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സമാനമായ തരത്തിൽ ഇന്ന് 11 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതായത് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വീണ്ടും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഒരു മുഖം നോക്കാതെ നടപടി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പലതവണ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ, ഈ പ്രധാനാധ്യാപകനെതിരെ നടപടിയെടുക്കുന്ന ഒരു കാര്യം കൊണ്ട് മാത്രം അവസാനിക്കും, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് അറിയാനുള്ളത്. മാത്രമല്ല ഇത് സംസ്ഥാനത്തെ ഒരു സ്കൂളുമായി മാത്രം ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു സ്കൂൾ പരിസരവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. അതിനപ്പുറത്തേക്ക് സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരിശോധനകൾ വേണമെന്ന ആവശ്യം ഉയരും. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ അവിടെ പരിശോധന നടത്തിയതിനു ശേഷം ഏത് തരത്തിലായിരിക്കും ആ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണം നടത്തുക എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും എന്തൊക്കെ അനാസ്ഥയാണ്, എന്തൊക്കെ വീഴ്ചകളാണ്, പ്രധാനമായും എന്തൊക്കെ വീഴ്ചകളാണ് അവിടെ വരുത്തിയത് എന്നാണ് ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്കൂൾ സുരക്ഷാ മാനദണ്ഡങ്ങളും മന്ത്രിതല അവലോകന യോഗങ്ങളും ഒക്കെ അതിൽ നടന്ന തീരുമാനങ്ങളും ഒന്നും അവിടെ നടപ്പായിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. ആ വീഴ്ചയാണ്, ഗുരുതര അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവനെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം സ്കൂൾ പരിസരത്ത് അപകടകരമായ വൈദ്യുതി കമ്പികൾ ഉണ്ടാവരുത് എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം അടക്കം ഈ സ്കൂളിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനു മുൻപ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് 5-നും 25-നും വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ തീരുമാനങ്ങളും അവിടെ നടപ്പായില്ല. അതും അവിടെ വെറും കാറ്റിൽ പറത്തിയൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടങ്ങി ഒരുപാട് നിബന്ധനകൾ, മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് ഒരു സംശയവുമില്ല ആ 8ാം ക്ലാസ്സുകാരൻ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. നടപടി അതുണ്ടായേ മതിയാകുള്ളൂ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്കൂൾ പരിശോധിക്കുകയാണ്. പ്രധാനമായും എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്കൂൾ പാലിക്കാഞ്ഞത്, എന്തൊക്കെ നിബന്ധനകളാണ് അവിടെ കാറ്റിൽ പറത്തിയതെന്നുള്ള പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ അനാസ്ഥയുടെ ഒരു ഇരയാണ് ഇന്നലെ സംഭവിച്ചത്. ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ പോലും എന്ത് പറഞ്ഞാണ് ആ കുടുംബത്തെ നമുക്ക് സമാധാനിപ്പിക്കാനാവുക? ഒരു വലിയ അനാസ്ഥ, വലിയൊരു വീഴ്ച സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ സ്കൂളിലേക്ക് അച്ഛൻ്റെ കൈപിടിച്ച് ചെന്ന 8ാം ക്ലാസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്കൂൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ, സ്കൂൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പല വീഴ്ചകളും സംഭവിച്ചിരിക്കുന്നു എന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ HM എന്തെടുക്കുകയായിരുന്നു എന്നാണ് ഇന്നലെ ബി ശിവൻകുട്ടി മന്ത്രി അദ്ദേഹം ചോദിച്ചത്. എന്തായാലും പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറും. അനാസ്ഥ കൊണ്ട് മാത്രമാണ് അപകടമുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. സ്കൂളിന് ആരാണ് ഫിറ്റ്നസ് നൽകിയതെന്ന് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സ്കൂളിൻ്റെ രാഷ്ട്രീയ ബന്ധം തീരുമാനത്തെ ബാധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വളരെ ആശ്വാസമായാണ് നമ്മൾ കേൾക്കുന്നത്. സ്കൂളിലേക്ക് ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധം, ഇന്നലെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ABVPയുടെയും KSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും ആ വലിയ പ്രതിഷേധമുണ്ടാകും. അവിടെ വിദ്യാഭ്യാസ ബന്ധാണ് ഇന്നെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തരത്തിൽ സ്കൂളിനെതിരെ അടക്കം വിദ്യാഭ്യാസ മന്ത്രി അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ
എടുക്കാനായിട്ടാണ് കുട്ടി ക്ലാസ് റൂമിലൂടെ കയറി സ്ക്രീനിലൂടെ ചവിട്ടി മേളിൽ കയറിയാണ് ഇതെടുക്കാനായിട്ട്. ഉണ്ട്. അതെ. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും നമ്മൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗവൺമെന്റ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംവിധാനത്തിന് ഫിറ്റ്നസ് വരെ കിട്ടിയിട്ടുണ്ട്. ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാം. മെമ്പറുണ്ട്. അല്ല തീർച്ചയായും നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികളുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. ഇത് ഒരു സ്കൂളിലെ മാത്രം അവസ്ഥയായിരിക്കില്ലല്ലോ. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സമാനമായ ഒരു സാഹചര്യം കാണില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വ്യാപകമായ ഒരു പരിശോധന കാണുമോ ഇതിന്റെ പശ്ചാത്തലത്തിൽ? അത് സർക്കാർ ചിലപ്പോൾ ആ തരത്തിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോഴും കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അടക്കമുള്ള നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സ്റ്റേറ്റ് ലെവലിൽ വിളിച്ചിരുന്നു. അപ്പോഴ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ മുഴുവൻ ജില്ലകളിലും മീറ്റിംഗ് നടത്തിയിട്ടാണ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഞങ്ങൾ വിളിച്ചത്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ റെക്കമെൻഡേഷൻസ് കൂടെ ഞങ്ങൾ സമർപ്പിക്കും. ഇല്ല, അടച്ചുറപ്പില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാണുന്ന കാഴ്ചയിൽ തന്നെ അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു. അടച്ചുറപ്പില്ല. അത് പരിശോധിക്കാം. എന്തായാലും അത് ഗൌരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഷെഡ് സ്ഥാപിച്ചല്ലോ, ഷെഡ് സ്ഥാപിക്കണമെങ്കിൽ തന്നെയും ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അത് KSEBിയുടെ അറിവോടെയാണ് അപ്പൊ ഇത് നടന്നതെന്നുള്ളതല്ല അത് തെളിയിക്കുന്നത്. അല്ലാണ്ട് ഒരു തൊഴിലാളിക്ക് അതിന്റെ മേലെ കയറി ജോലി ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്യാൻ പറ്റില്ല. ഈ ഷെഡ് സ്ഥാപിക്കാൻ ഒരു തൊഴിലാളിക്ക് അതിന്റെ മേലെ കയറി ജോലി ചെയ്യാൻ പറ്റില്ല. അത് KSEB അറിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഞങ്ങൾ അത് ഗൌരവത്തോടു കൂടെ തന്നെ അത് പരിശോധിക്കും. ഇപ്പൊ കൈകഴുകുകയാണ്, നമുക്കറിയില്ലായിരുന്നു ഇത് സ്ഥാപിച്ചതെന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം KSEB എല്ലാ മഴക്കാലത്തിന് മുൻപും അവരുടെ എല്ലാ ലൈനുകളും സുരക്ഷിതമാണോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ടല്ലോ. ആ പരിശോധനയിൽ ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയായൊരു സമീപനമല്ലെന്ന് തോന്നുന്നു. വർഷാവർഷം സ്കൂളുകളിൽ ഫിറ്റ്നസ് പരിശോധനയൊപ്പം തന്നെ സുരക്ഷാ പരിശോധനയും സുരക്ഷാ കമ്മിറ്റിയൊപ്പം യോഗം ചേരുകയാണ്. അപ്പോൾ അവരുടെ ഒന്നും ശ്രദ്ധയിൽ ഇതുവരെ ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൌരവത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ PTA ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഗൌരവത്തോട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ എന്താണ് റിപ്പോർട്ട്? നോക്കാം. ഞങ്ങൾ എല്ലാ പോലീസിനോടും എല്ലാ വിവിധ സംവിധാനങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയതിനു ശേഷം ആവശ്യമായ നടപടിക്ക് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ നൽകും. ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിക്കുകയായിരുന്നു. ഗുരുതരമായ വിമർശനമാണ് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വീഴ്ചയുണ്ടായി, ആ വീഴ്ച കൃത്യമായി പരിശോധിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ പറയുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ന്യൂസ് 10 കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരുന്നു. നമസ്കാരം.